ഇന്നലെ നാം എല്ലാ ദിവസവും പതിവാക്കേണ്ട 3 സൂറത്തുകൾ പറഞ്ഞു. ഒന്ന് വാഖിയ, ഒന്ന് യാസീൻ, മറ്റൊന്ന് ദുഹാൻ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നു, റിസ്ക് വിശാലമായി കിട്ടാനും ദാരിദ്ര്യം നീങ്ങാനും എന്തു ചെയ്യണം? അവിടെ നിന്ന് പറയുന്നു, വാളിബ് അലാ ഖിറാഅത്തി സൂറത്തുൽ വാഖിയത്തി വൽ മുസ്തഖിൽ വല്ലൈലി ഇദാ യഗ്ശാ വഅലം നശ്റ. സൂറത്തുൽ വാഖിയ, മുസ്തഖിൽ, സൂറത്തുൽ മുസ്തഖിൽ, സൂറത്ത് വല്ലൈലി ഇദാ യഗ്ശാ, സൂറത്തുൽ ലൈൽ, അതുപോലെ അലം നശ്റ. ഈ 4 സൂറത്ത് പതിവാക്കണമെന്നാണ് പറഞ്ഞു. ഫഇന്നദാലിക അമാനു മിനൽ ഖബ്ർ. ദാരിദ്ര്യത്തിന് തൊട്ട് കാവലാണ് ഈ 4 സൂറത്ത്. വാഖിയ, മുസ്തഖിൽ, വല്ലൈലി ഇദാ യഗ്ശാ, അതുപോലെ അലം നശ്റ ലക സദറക എന്ന സൂറത്ത്. അതുകൊണ്ട് ഈ 4 സൂറത്ത് നമുക്ക് പതിവാക്കാം. ഇനി ഒരു 3 സൂറത്ത് കൂടി എന്ന് പറയാം. ഒന്ന് സൂറത്തുൽ മുൽക്ക്. നാം സാധാരണ പതിവാക്കുന്ന സൂറത്താണ് തബാറക. ഈ തബാറക്കയെ സംബന്ധിച്ച് സൂറത്തുൽ മുൻജിയ എന്ന് പറയും. എന്താണ് മുൻജിയ? അത് രക്ഷപ്പെടുത്തുന്നത് ഖബർ ശിക്ഷയിൽ നിന്നും അതുപോലെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് ഈ സൂറത്തുൽ മുൽക്ക്, തബാറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ. ഒരാൾ എല്ലാ രാത്രിയും തബാറക സൂറത്ത് ഓതിയാൽ അല്ലാഹു തആല ഖബർ ശിക്ഷയിൽ അവനെ തടയുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തബാറകയും സൂറത്തു സജദയും ഓതാതെ ഉറങ്ങാറില്ല. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാമു ഹത്താ യഖറ അലിഫ് ലാം മീം തൻസീൽ സജദ വ തബാറക. അലിഫ് ലാം മീം സജദ എന്ന് പറയുന്ന സജദ സൂറത്തും അതുപോലെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന മുൽക്ക് സൂറത്തും, ഈ 2 സൂറത്ത് ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ. ഈ 2 സൂറത്തിലും 30 ആയത്തുകളാണ്. തബാറകയിലും 30 ആയത്ത്, സജദയിലും 30 ആയത്താണ്. അതുകൊണ്ട് ഈ 2 സൂറത്ത് ഒരാൾ ഓതിയാൽ അവർക്ക് ഖബറിന്റെ ശിക്ഷയിലും രക്ഷപ്പെടാം, മഹ്ശറയിലും രക്ഷപ്പെടാം. കാരണം ഈ സൂറത്തുകൾ തബാറകയെ സംബന്ധിച്ച് ഇങ്ങനെ പറയപ്പെടുന്നു, സജദയെ സംബന്ധിച്ച് പറയപ്പെടുന്നതാണ്, അത് അള്ളാഹുവിനോട് തർക്കിക്കുക ചെയ്യും. അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ട് ഈ മനുഷ്യർക്ക് പൊറുക്കാൻ വേണ്ടി പറയുമെന്ന് ഹദീസിൽ കാണാം. നിങ്ങൾ നോക്കൂ, ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അലിഫ് ലാം മീം തൻസീൽ കിതാബിൻ തുജാദിലു അൻ സ്വാഹിബിഹാ ഫിൽ ഖബർ. ഖബറിൽ വെച്ച് അത് എന്താക്കും? തർക്കിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അതിന് ഓതിയ ആൾക്ക് വേണ്ടി അത് അവിടുന്ന് ശുപാർശ ചെയ്യുകയും പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുന്ത മിൻ കിതാബിക ഫശഫിഅനി ഫീഹി. അല്ലാഹുവേ, ഞാൻ സജദ എന്ന് പറയുന്ന ഈ സൂറത്ത് നിന്റെ ഖുർആനിൽ ഞാൻ ഉണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കാര്യത്തിൽ എന്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണമെന്ന് ഈ സൂറത്ത് അല്ലാഹുവിനോട് പറയും. വ ഇല്ലം അകുൻ മിൻ കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ പെട്ടവനല്ലെങ്കിൽ ഈ ഖുർആന്റെ തൊട്ട് എന്നെ നീ മായ്ച്ചു കളയുക. ഈ ഖുർആൻ എന്റെ സൂറത്ത് നീ വെക്കണ്ട എന്ന് ഈ സൂറത്ത് തന്നെ അള്ളാഹുവിനോട് പറയും. അത് മാത്രമല്ല, ഈ സൂറത്ത് ഒരു പക്ഷിയെ പോലെയായി അവനിക്ക് ചിറക് താഴ്ത്തിക്കുകയും അവനിക്ക് ശഫാഅത്ത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഖബർ ശിക്ഷയെ തൊട്ടെന്താക്കും? ഈ സൂറത്ത് അവനെ തടയും. തബാറക സൂറത്തിലും ഇതുപോലെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ 2 സൂറത്തും ഖബർ ശിക്ഷയിൽ നിന്നും അതുപോലെ മഹ്ശറയിലും രക്ഷപ്പെടാനുള്ള കാരണമാണ്. നിങ്ങൾ നോക്കൂ, ഹദീസിൽ കാണാം, നിങ്ങൾ മുൻജിയയായ സൂറത്ത് ഓതുക. വഹിയ അലിഫ് ലാം മീം തൻസീൽ. അത് അലിഫ് ലാം മീം സജദ സൂറത്താണ്. ഫഇന്നഹു ബലഗനി അന്ന റജുലൻ കാന യഖറഉഹാ മാ യഖറഉ ശൈഅൻ ഗൈറഹാ. ഒരാൾ അലിഫ് ലാം മീം സജദ സൂറത്ത് ഓതുന്ന ആളായിരുന്നു, മറ്റൊന്നും ഓതാത്ത ആൾ, വേറൊന്നും ഓതുകയില്ല. ഈ അലിഫ് ലാം മീം സജദ എല്ലാ ദിവസവും പതിവാക്കി ഓതുന്ന ഒരാൾ ഉണ്ടായിരുന്നു.
കതീറൽ ഖത്വായ, അദ്ദേഹം ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ്. പക്ഷെ ഈ സൂറത്ത് കൈവിടാതെ ഓതും. അങ്ങനെ അങ്ങനെ ഈ സൂറത്ത് ബഷറിൽ അവനിക്ക് ചിറക് താഴ്ത്തി കൊടുക്കുകയും ഈ മനുഷ്യർക്ക് നീ പുറത്തു കൊടുക്കുകയും എന്ന് ഈ സൂറത്ത് അള്ളാഹുവിനോട് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം എന്നെ അധികരിപ്പിച്ച് ഓതുന്ന ആളായിരുന്നു. അങ്ങനെ അല്ലാഹു തആല അദ്ദേഹത്തിന് വേണ്ടി ഈ സൂറത്തിന്റെ ശഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുക ചെയ്തു. മാത്രവുമല്ല അല്ലാഹു തആല പറഞ്ഞു, ഉക്തുബു ലഹു ബികുല്ലി ഖത്വീഅത്തിൻ ഹസന, അദ്ദേഹത്തിന്റെ തെറ്റുകൾക്ക് പകരമായി നിങ്ങൾ നന്മയെ രേഖപ്പെടുത്തുക. വർഫഉ ലഹു ദറജ, അദ്ദേഹത്തിന് ഓരോ പദവികൾ നിങ്ങൾ ഉയർത്തി കൊടുക്കുക എന്ന് അല്ലാഹു തആല ആ മനുഷ്യർക്ക് വേണ്ടി പറയുകയാണ്. മാത്രവുമല്ല അല്ലാഹുവേ, ഈ മനുഷ്യർക്ക് വേണ്ടി ആ സൂറത്ത് ഖബറിൽ വെച്ചും അല്ലാഹുവിനോട് ശുപാർശ നടത്തുന്നതാണ്. അതുകൊണ്ട് ഖബറിൽ വെച്ചും മഹ്ശറിൽ വെച്ചും നമുക്ക് ശുപാർശ ചെയ്യുന്ന, ശഫാഅത്ത് ചെയ്യുന്ന രണ്ട് സൂറത്തുകളാണ്. ഒന്ന് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, അതുപോലെ അലിഫ് ലാം മീം സജദ. ഇത് രണ്ടിലും 30 ആയത്തുകളാണുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു സഫ്റത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഫീ ലൈലത്തിൻ അലിഫ് ലാം മീം സജദ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു കുതിബ ലഹു 70 ഹസനതൻ. ഒരാൾ സജദയും അലിഫ് ലാം മീം സജദയും അതുപോലെ തബാറക സൂറത്തും ഒരാൾ രാത്രിയിൽ ഓതിയാൽ അവനിക്ക് 70 ഹസനത്തിന് എഴുതപ്പെടും. 70 തെറ്റുകൾ മായ്ക്കപ്പെടും. 70 പദവികൾ അവനിക്ക് ഉയർത്തപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഒരുപാട് മഹത്വങ്ങളുള്ള ഈ രണ്ട് സൂറത്ത് നാം പതിവാക്കണം. മറ്റൊന്ന് അവസാനമായി സൂറത്തുർ റഹ്മാൻ. നിങ്ങൾക്കറിയാം, ഖുർആനിന്റെ പുതിയാപ്ലയാണ്, അറൂസുൽ ഖുർആൻ എന്നറിയപ്പെടുന്നു. ഖുർആനിന്റെ പുതിയാപ്ല എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് ആ സൂറത്ത് കേൾക്കാനും അത് ഓതാനും. നിങ്ങൾ നോക്കൂ, അർ-റഹ്മാൻ സൂറത്ത് ഓതുമ്പോൾ എന്തൊരു രസമാണ് കേൾക്കാനുള്ളത്. അതുപോലെ അതിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ആയത്തുണ്ട്, ഇത് എന്താണ് അതിൽ പറയുന്നത്? അള്ളാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. ഓ മനുഷ്യ ജിന്നവർഗമേ, നിങ്ങൾ അള്ളാഹുവിന്റെ ഏത് ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത്? നിങ്ങൾക്കത് സാധിക്കുമോ എന്ന് ഖുർആൻ ഇടയ്ക്ക് എത്ര പ്രാവശ്യം? 31 പ്രാവശ്യമാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ നമുക്ക് അവിടെ നിന്ന് പറയേണ്ടതുണ്ട്, വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബ് ഫലകൽ ഹംദ്. ഞാൻ പറയണം, ഈ ആയത്ത് കേട്ടാലും ഓതിയാലും, വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബ് ഫലകൽ ഹംദ്. അല്ലാഹുവേ, നിന്റെ ഒരു വസ്തുവിനെ കൊണ്ട് ഞങ്ങൾ കളവാക്കുകയില്ല, നിനക്ക് സ്തുതി എന്ന് പറയണം. ഇനി എന്തുമില്ലെങ്കിൽ വലാ നുകദ്ദിബ് എന്നെങ്കിലും പറയണം ഈ ആയത്ത് ഓതിയാൽ. അതുകൊണ്ട് ഈ സൂറത്തുർ റഹ്മാൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, മൻ ഖറഅ സൂറത്തുർ റഹ്മാനി അദ്ദാ ശുക്ര മാ അൻഅമല്ലാഹു അലൈഹി. ഒരാൾ റഹ്മാൻ സൂറത്ത് ഓതുകയാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് ചെയ്ത നിഅമത്തിന് അവന് ശുക്ർ ചെയ്തതുപോലെയായി. അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅമത്തുകൾ കയ്യും കണക്കുമില്ലാത്തതാണ്. അതുകൊണ്ട് ആ നിഅമത്തുകൾക്ക് നാം ശുക്ർ ചെയ്തവനെ പോലെ ആകണമെങ്കിൽ ഈ അർ-റഹ്മാൻ സൂറത്ത് ഓതണം. അതുകൊണ്ട് ഈ സൂറത്തിൽ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നു. ഹിഫ്ള് ഇല്ലാത്തവർക്കൊക്കെ ഇത് എഴുതി കൊടുക്കാം, അതുപോലെ അതിന്റെ മായ്ച്ച് വെള്ളം കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഇതിന്റെ മഹത്വങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് ഈ സൂറത്തുകൾ നമുക്ക് പതിവാക്കണം. ഇത് പറഞ്ഞത് ഒന്ന് സജദ, ഒന്ന് മുൽക്ക്, ഒന്ന് അർ-റഹ്മാൻ. ഇന്നലെ പറഞ്ഞത് വാഖിയ, യാസീൻ, ദുഖാൻ. അല്ലാഹു തആല ഇതൊക്കെ പതിവാക്കി ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. അർഹമർ റഹീമായ പരിശുദ്ധമായ റമളാൻ ശരീഫ്